ഗുഡ് മോർണിംഗ്. പേജ് നമ്പർ 13 ഒരു പിക്ചറാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. പേജ് നമ്പർ 13 ഫസ്റ്റ് പിക്ചർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ഈച്ച്. നോക്കാം. ഈ പിക്ചറിൻ്റെ പേര് ട്രപ്പീസിയം എന്നാണ്. പേര് പഠിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞുള്ളൂ. നോക്കല്ലേ. ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള 3 സെൻറ്റിമീറ്റർ 5 എന്ത് ചെയ്യാൻ വരച്ചെടുക്കാം. ബേസ് ആയിട്ടുള്ള 5 സെൻറ്റിമീറ്റർ, ഇനി സൈഡിലേക്ക് 3 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ വലിയ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് വരയ്ക്കാം. കണ്ടീഷൻസ് മറന്നു പോകരുത്. സെറ്റ് സ്ക്വയറിൻ്റെ ബേസ് ലൈനിൻ്റെ മുകളിലായിരിക്കണം. അതുപോലെ തന്നെ കോർണർ എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലൈൻ വരച്ചു കൊടുക്കാം. മെഷർമെൻറ്റ് 3 നമുക്ക് ഉറപ്പ് വരുത്താം. സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കാം. 3 സെൻറ്റിമീറ്റർ നമുക്ക് ആവശ്യമുള്ളത്. ശകലം കൂടി പോയിട്ടുണ്ട്. ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി, ബാക്കി മായ്ച്ചു കളയാം. ഇനി ഇതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പിക്ചർ, ഒരു ലൈൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ 2 പിക്ചറിലും പഠിച്ചത് ഒരേ ഭാഗത്തുകളിൽ ശരിയായിരുന്നല്ലേ. ഇത് ഈ ഭാഗത്തേക്കാണെങ്കിൽ അതുപോലത്തെ ഇങ്ങനെ വരയ്ക്കാൻ പഠിച്ചു. ഇനി നോക്കാനുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേ അളവിൽ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സ്ക്വയർ തിരിച്ചു പിടിച്ചാൽ മതി. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാം, തിരിച്ചു പിടിക്കാം. സെറ്റ് സ്ക്വയർ തിരിച്ചു പിടിക്കാം. ലൈനിൻ്റെ മുകളിൽ വെച്ചു, കോർണർ ടച്ച് ചെയ്തു, വരച്ചെടുക്കാം. വരച്ച് കഴിഞ്ഞിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഉറപ്പ് വരുത്താം. ഇനി ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യിക്കാം. എക്സ്ട്രാ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, റബ്ബ് ചെയ്ത് കളയാം. പിക്ചറിൽ കാണിച്ച പോലെ തന്നെയുള്ള റെഡി ആയിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഈ പിക്ചറിൽ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു കോർണർ നമ്മൾ തിരിച്ച് പിടിച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ നമ്മൾ തിരിച്ച് പിടിച്ചിട്ടാണ് ഈ പിക്ചർ നമ്മൾ വരച്ചത്. ഓക്കെ, താങ്ക് യു.